നമ്മുടെ ഈ നാട്ടിൽ പട്ടികളെ വന്ധീകരിക്കുന്നു എന്ന് പറഞ്ഞൊരു സംഭവം നടത്തിയിട്ട് എല്ലാം ഒന്നും അത്ര സക്സസ്ഫുൾ ആണെന്ന് തോന്നുന്നില്ല. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ പട്ടി പ്രസവിച്ച് പിന്നെയും പെരുകുന്നുണ്ട്. തെരുവ് നായ്ക്കൾ ഭയങ്കര ശല്യമാണ്, അക്രമാസക്തരാണ്, അതിനെല്ലാം കൊല്ലണം എന്നൊക്കെ പറഞ്ഞ ഓരോ പരിപാടി ചെയ്യുന്നുണ്ട്. ഇവരിതിന് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അതായാലും പിന്നെ ആരെയും കടിച്ച് വേഗമൊന്നും വളർന്നതായിട്ട് കാണുന്നില്ല. അത് ശരിയായിരിക്കും. പക്ഷേ ഈ വന്ധീകരിച്ചു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പലയിടത്തും അത് തെറ്റിപ്പോകുന്നുണ്ടേ. ഇത് ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അതിനൊരു കറക്റ്റീവ് മെഷർ ഈസി ആയിട്ട് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ, ഓരോ ഏരിയയിലും ഇതുപോലെ പട്ടി പ്രസവിച്ചാൽ അത് അപ്പം തന്നെ ആ പ്രസവിക്കുന്ന പട്ടിയെ ഈ പറഞ്ഞ പോലെ മുനിസിപ്പാലിറ്റിയിൽ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയി എവിടെയെങ്കിലും കൊണ്ട് ഷെൽട്ടറിലോ വല്ലതും ഇടുക. ആ കൊച്ചുങ്ങളെയും കൊണ്ടുപോകണം. കാരണം അതുങ്ങൾ വഴി കിടന്ന് ഞാണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ പട്ടി വലുതായിക്കോട്ടെ, വളർന്നോട്ടെ, അതുങ്ങളെല്ലാം അവിടെ തന്നെ വലുതാകുന്നു. ഈ തള്ളപ്പട്ടിയെ അവിടെ തന്നെ ഇടുക. ബാക്കി പട്ടികളെ തിരിച്ച് വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ വിടുവോ, എവിടെയെങ്കിലും കൊണ്ട് അഡോപ്ഷൻ വെക്കുവോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ല എവിടെയെങ്കിലും കൊണ്ട് വിട്ടോ, കുഴപ്പമൊന്നുമില്ല. തെരുവ് നായ്ക്കൾ അത്ര ഉപദ്രവകാരികളൊന്നും അല്ല. അവരുടെ മനസ്സമാധാനത്തിൽ അത് വളർന്നു കഴിഞ്ഞാൽ അത് എല്ലാവരെയും സ്നേഹിക്കുകയും അടുത്ത് പോയി നിൽക്കുകയും എന്തെങ്കിലും ഫുഡ് കൊടുത്താൽ തിന്നുകയും സ്നേഹം കാണിക്കുകയും വാലാട്ടുകയൊക്കെ ചെയ്യത്തുള്ളൂ. അതിനായിട്ട് ഈ തള്ളയെ ഇതാക്കണം, ഇതിൻ്റെ യൂട്രസ് എടുത്ത് കളയണം. എന്നിട്ട് തിരിച്ച് പഴയ സ്ഥലത്ത് കൊണ്ടുവിടണം. അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്ത് കിടന്ന് വളർന്ന് പിള്ളേർ അത്ര എണ്ണം ചാകും വെറുതെ. എന്നിട്ട് പിന്നെ ഈ പിള്ളേരെ അവിടെ തന്നെ രണ്ടാം ഘട്ടം വന്ന് അതിനകത്ത് എത്ര പെൺപട്ടികളുണ്ടോ അത്രയും പെൺപട്ടികളെ എന്നാണോ ചെയ്യേണ്ടത് ആ സമയത്ത് തന്നെ ഈ യൂട്രസ് എടുത്ത് കളഞ്ഞേക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. പെൺപട്ടിയുടെ യൂട്രസ് എടുത്താൽ മതി, അല്ലാതെ സകല ആൺപട്ടികളെ വന്ധീകരിക്കുമെന്നും വേണ്ട. എത്ര ആൺപട്ടിയെ വന്ധീകരിച്ചാലും പെൺപട്ടിയെ ഈ പറഞ്ഞ പോലെ ഇത് എന്താണ് പറയുന്നത്, ഹീറ്റായി കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ മതിൽ ചാടി എവിടെ നിന്നൊക്കെ ആൾ വരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി. അതാണ് ആൺപട്ടികളെ വന്ധീകരിച്ചാലും പെൺപട്ടികളെ ഹീറ്റാകുമ്പോൾ എവിടെ നിന്നേലും ഒരുത്തം വന്ധീകരിക്കാത്തൊരുത്തനോ അല്ല ഏതെങ്കിലും വീട്ടിൽ വളർത്തുന്നവനോ ഒക്കെ ചാടി കയറി എവിടെയൊക്കെ അതങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ആൺപട്ടിയെ വന്ധീകരിക്കുന്നതിനേക്കാളും പെൺപട്ടികളെ യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായ പരിഹാരം. അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ മറ്റേ ആൺപട്ടിയെ സർക്കംസൈസ് ഇത് സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഇവർക്ക് അതിനെ പറഞ്ഞുവിടാം. പക്ഷേ പെൺപട്ടിയുടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം അതിനെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അതാണേലും മറ്റേങ്ങളെല്ലാം കൂടെ ചെയ്യുന്ന സമയം കൊണ്ട് ഇവിടെ ഓരോന്ന് ചെയ്ത് അതിന് റിസൾട്ടും ഉണ്ട്, മനസ്സിലായില്ലേ? മറ്റേനേക്കാളിലും അതുമല്ല, ഈ എല്ലാ പട്ടിയുടെയും ഇതും ഈ യൂട്രസും മറ്റേ ഈ എന്താ പറയണ്ടേ, ഈ വരിയൊക്കെ ഉടയ്ക്കുന്ന പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങൾക്ക് ആയുസ് കൂടുമെന്നാണ് പറയുന്നത്. അതും നല്ലതല്ലേ? ഇതിൻ്റെ പോപ്പുലേഷൻ അങ്ങനെ കൺട്രോൾ ചെയ്യാനും പറ്റും. അവർ ജീവിച്ചിരിക്കുന്ന പട്ടികളുടെ ആയുസ് കൂടും. തെരുവ് നായ്ക്കളുടെ ശല്യം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യർ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ നിൽക്കും. അക്രമം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാകും പട്ടിയുടെ ഭാഗത്തുനിന്ന്. കാരണം പട്ടിക്ക് അറിയാം ഗവൺമെൻറ് നല്ലപോലെ സഹകരിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിനോട് പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല, സമരങ്ങൾ നിർത്താം അന്ന് മനസ്സിലാക്കിക്കൊണ്ട് പട്ടികൾ തന്നെ മനസമാധാനത്തിൽ ജീവിച്ചോളും. അവരെ ഈ ഗവൺമെൻറ്റിൻ്റെ എതിരെയുള്ള ചില പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഈ കടിയും പിടിയും വലിയും വാലാട്ടും മാന്തി പറിക്കലും ഒക്കെ ഓളിയിടലും